ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കേൾക്കുന്നത് ടുടും. കാരണം ഇതൊരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ്. എല്ലാവർക്കും പ്ലോട്ട് പറയട്ടയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 1997 കാര്യമാണ്. ഒരു ഓർഫനേജില് പട്ടാളക്കാരൊക്കെ വരികയാണ്. അതിൽ വരുന്നത് നമ്മുടെ ആളില്ലേ, ഈ നോർത്തനെ പറഞ്ഞിട്ട് കലിപ്പനുണ്ടല്ലോ, ആളാണ്. ആള് അവിടുത്തെ പിള്ളേരോട് പറയാണ്, എന്റെ പേര് റയ്യങ്റിയോ. ഞാൻ കേട്ടത് ഈ കൂട്ടത്തില് ഏറ്റവും സ്ട്രോങ്ങും ഫിറ്റും ആയ പിള്ളേര് നിങ്ങളാണ്. ഇതില് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന ആരുണ്ട്? അതുമല്ല റിപ്പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരുണ്ട്? അപ്പോ ഒരാൾ കൈബുക്കാണ്. ഞാൻ മെമ്പറായ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇവൻ ചിരിക്കുന്നു. അത്രയ്ക്ക് വിശന്ന് ഒട്ടും ഗതിയില്ലാത്ത പിള്ളേരെയാണ് ഇയാളെ ഈ പിടിച്ചോണ്ട് വന്നത്. ആ കുട്ടി നടന്നു വന്ന് അവിടെ നിൽക്കാണ്. ബാക്കി എല്ലാരും വരുന്നു. ഇവിടത്തെ ഡെസ്ക് ഒക്കെ മാറ്റ്. ഇത് നമ്മുടെ കിമ്മാണ്. ആ സീൻ കട്ട് ചെയ്ത് എല്ലാ പിള്ളേരെ അടിച്ചിട്ട് ഒരുത്ത നിപ്പുണ്ട്. നീ മാത്രമേ ഉള്ളൂ ഇവിടെ ജയിച്ചത്. നിന്റെ പേരെന്താ? പാക് ഇയോങ് ഗ്യാങ്. അപ്പോ തറയിൽ കിടക്കുന്ന ഒരുത്തം വന്ന് ഇവന്റെ കാലിൽ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഇയാള് പറയാണ്, ഇവനും ജയിച്ചു. ഒരു സോൾജിയറിന് ഇങ്ങനത്തെ ഈർഷം വേണം. ഇവൻ അവന്റെ കാല് വിടുന്നില്ല. ഹേ, നിന്റെ പേരെന്താ? കിം എന്ന് പറഞ്ഞ ആളവിടെ വീഴുകയാണ്. അത് കട്ട് ചെയ്ത നെക്സ്റ്റ് സീനില് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഒരുത്തന്റെ കാലിന്റെ അടുത്ത് ചത്ത കാക്ക ഒന്ന് കിടപ്പുണ്ട്. അവൻ പേടിച്ച് കൂവാണ്. അവനെ അപ്പോഴേ ഷൂട്ട് ചെയ്തിടുന്നു. പിള്ളേരെല്ലാം ഒന്ന് പതറിയെങ്കിലും അവൻ പറയാണ്, എല്ലാരും നേരെ നിൽക്ക്, അറ്റൻഷൻ. പേടിച്ച് പിള്ളേരെല്ലാം അതനുസരിക്കുന്നു. നിങ്ങളെല്ലാം റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ആൾക്കാരാണ്. നമ്മുടെ ലക്ഷ്യം സൗത്തിനെ നശിപ്പിച്ച് അവിടുത്തെ ലീഡറിന്റെ തല കൊണ്ടുവരാനാണ്. അത് കട്ട് ചെയ്ത് ഇവന്മാരെ രണ്ടുപേരിട്ട് തല്ലുവാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതൊരു സ്പോർട്സ് കോട്ടയാന്ന്? ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് ഓപ്പറേറ്റീവ് ആവുക, ഇല്ലെങ്കിൽ പന്നികളുടെ ഭക്ഷണം ആയിക്കോളാം. നമ്പർ 66, നിന്റെ പേരെന്താ? അത് എനിക്ക് ഓർമ്മയില്ല സാർ. നമ്പർ 73, നിന്റെ പേരെന്താ? കിം. എനിക്ക് എന്റെ അവസാനത്തെ പേര് കിമ്മാന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ അവനെ അടിക്കാണ്. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കാട്ടുമൃഗങ്ങൾക്ക് പേരില്ല. നിങ്ങൾക്ക് ആർക്കും ഫസ്റ്റ് നെയിമോ ഇല്ല, ലാസ്റ്റ് നെയിമോ ഇല്ല. ഇതെല്ലാം നോക്കി ഇയാൾ എങ്ങനെ ഇരിപ്പുണ്ട്. അത് കട്ട് ചെയ്ത് ഇവരെല്ലാം ഓടിച്ച് അതിൽ ചെയ്യാൻ പറ്റാത്തവരെ ഇട്ട് അടിച്ച് ഇവർക്കെല്ലാം ഓരോ ടാസ്ക് കൊടുക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വെക്കുന്നു. അതിൽ കിമും ഇയോങ്യാകും നേർക്ക് നേർക്ക് വരികയാണ്. കിമ്മിനെ തള്ളിയിടുന്നു. നമ്പർ 66, നീയാണ് റിപ്പബ്ലിക്കിന്റെ യഥാർത്ഥ വാരിയർ. ഇത് 73ക്ക് പിടിക്കുന്നില്ല. അത് കട്ട് ചെയ്ത് 73 ഇങ്ങനെ ഇരിക്കുമ്പോൾ 66 ഒന്ന് ഫുഡ് കൊടുക്കാണ്. എടുത്തോണ്ട് പോ. ഞാൻ ഇത് നിനക്ക് തരുന്നത് സഹതാപം കൊണ്ടാ. നീ ഞാനുമായിട്ട് തോക്കുന്നത് ഇനി ബലമില്ലാത്തോണ്ടാണെങ്കിലോ ഇവിടെ നിന്ന് പോ. എന്താ, നമ്മൾ ഒരേ ഓർഫനേജിന്നല്ലേ? ഇവന്റെ കൈ തട്ടിക്കളയുവാണ്. അഭിമാനം കൂട്ടുകാരുടെ ഇടയിൽ കൊണ്ടുവരരുത്. അങ്ങനെ ആളിറങ്ങി ഇവനെ ചവിട്ടി അവിടെ വലിയ അടിയാവുകയാണ്. അത് കട്ട് ചെയ്ത് ഇവരെ ട്രെയിൻ ചെയ്യിക്കാണ്. ഇവർ ഓടി ഓരോ ടാസ്കും ചെയ്ത് ഇപ്പൊ ഇവര് ബെറ്റർ ആയി വരുന്നുണ്ട്. രണ്ടുപേരും നല്ല കട്ടയ്ക്ക് മത്സരിച്ചാണ് നിൽക്കുന്നത്. കത്തി കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത്. അത് കട്ട് ചെയ്ത് കടന്നുറങ്ങുമ്പോഴാണ് ഗണ്ണും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ആൾ അപ്പോഴേ എണീറ്റ് ഇടിച്ചിടുന്നു. എന്നിട്ട് വന്ന് തുറന്നു നോക്കുമ്പോഴാണ് ഇതേപോലെ കുറെ പേരെ കൊന്നിട്ട് കത്തിക്കയിടാണ്. അങ്ങനെ ഔട്ടായവരെയൊക്കെ ഇയാൾ ക്രോസ് മാർക്ക് ചെയ്യാണ്. അത് കട്ട് ചെയ്ത് ഇവർ ഷൂട്ട് ചെയ്ത് പഠിക്കുകയാണ്. പക്ഷെ അവിടെ നിൽക്കുന്നത് അവരുടെ കൂടെയുള്ള പിള്ളേരാന്ന് ഇവരെ അറിയുന്നില്ല. അങ്ങനെ ഇവരെ ടാസ്ക് ചെയ്ത് ഓടി വന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് കത്തി ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്നില്ല. അതോടെ ഇവര് വലുതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. 66 ഇയോങ് ഗ്യാങ്ങും 73 നമ്മുടെ ആളുമാണ്. അത് കട്ട് ചെയ്ത് വോയിസ് ഓവർ കേൾക്കാം. ഈ ഓപ്പറേഷൻ ഒരു വലിയൊരു സംഭവമാണ്. ഇത് ജയിച്ചു വരുന്നവർക്ക് വലിയ സമ്മാനം തന്നെ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ തീർത്ത് ഹീറോസ് ആയിട്ട് തിരിച്ചു വരണം. അങ്ങനെ രണ്ടുപേരും നടക്കുകയാണ്. അത് കട്ട് ചെയ്ത് ഇവര് മിഷൻ ചെയ്യാനുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞു. രാത്രി അവര് സ്ഥലം നോട്ടമിട്ട് ഗണ്ണ് വെച്ച് കാത്തിരിക്കുന്നുണ്ട്. നോക്കുമ്പോ അവിടുത്തെ സെക്യൂരിറ്റീസ് പോയി കഴിയുമ്പോ ആളിവിടെ സൈൻ കാണിക്കുകയാണ്. എല്ലാരും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ എല്ലാരും ശ്രദ്ധിച്ചേറി എല്ലാരും പല വഴിക്ക് പോവാണ്. ഇവിടെ ആളൊരു റൂമിലെത്തും. അപ്പോ അവിടെ ഇരിക്കുന്ന ആളെ കിം ഷൂട്ട് ചെയ്തിടുവാണ്. അങ്ങനെ ആള് മരിച്ചു വീഴുന്നു. ആള് പതിയെ നടന്ന് ആ ഡെഡ് ബോഡിയുടെ അടുത്ത് പോവാണ്. ഇവിടെ ഇയോങ് ഗ്യാങ്ങും ഉണ്ട്. നോക്കുമ്പോ അതൊരു ഡമ്മിയാണ്. അതില് ബോംബും വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കേൾക്കാം. നിന്റെ ബ്രദർ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും വലിയ വാരിയർ ആയിരുന്നു. പക്ഷെ അന്ന് അവനെ പുറകേന്ന് കുത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവിടെ പൊട്ടിത്തെറിക്കുവാണ്. ആ ബിൽഡിംഗ് ഫുള്ള് പുകയാവുകയാണ്. അത് കട്ട് ചെയ്ത് ആള് ഞെട്ടി എണീക്കാണ്. ചുറ്റും തീ. ബാക്കി എല്ലാരും മരിച്ചടക്കാണ്. വോയിസ് ഓവർ കേൾക്കാം. അവന്റെ കൂടെയുള്ള എല്ലാവരെയും കൊന്നു. എന്നിട്ട് നിന്റെ ബ്രദറിന്റെ നമ്പർ 66 അവൻ കട്ടെടുത്ത്. എന്നിട്ട് സൗത്തിന് വേണ്ടി പോയി. ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പാസ്റ്റ് കാണിക്കുന്നു. ഓർഫനേജിൽ നിന്ന് ഇയോങ് ഗ്യാങ് വരുമ്പോ ആളുടെ ബ്രദർ ഓടി വരികയാണ്. ഇയോങ് ഗ്യാങ് പോവല്ലേ, അവിടെ നിക്ക്, ഞാൻ തിരിച്ചു വരും, ഇവിടെ ജീവിക്കണേ. ഇത് കിം നോക്കുന്നുണ്ട്. എന്നിട്ട് ഇയോങ് ഗ്യാങ് പോവുകയാണ്. ഇവിടെ ബ്രദർ കിടന്ന് കരയുന്നുണ്ട്. ആള് ഇയോങ് ഗ്യാങ്ങിനെ നോക്കിയിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡ് തീർന്ന ഭാഗമാണ് കാണിക്കുന്നത്. നിന്നെ കിട്ടിപ്പോയല്ലോ ഫേക്ക് 66. ആൾ അനങ്ങുന്നില്ല. ഇവിടെ കറക്റ്റ് ഇവൻ ഷൂട്ട് ചെയ്യുന്ന സമയം ആള് മാറുകയാണ്. എന്നിട്ട് അവനെ ചവിട്ടിയിടുന്നു. രണ്ടുപേരും ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. ഇവിടെ നോർത്ത് തോക്കെടുക്കാണ്. രണ്ടുപേരും ഓടുന്നു. ഇവിടെ നോർത്ത് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒളിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്. അവര് റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നോർത്തിന്റെ കാലിൽ ആരോ ഷൂട്ട് ചെയ്യുന്നത്. നോക്കുമ്പോ
സാങ്ങയും ലോണ്ടറിയും. തോക്ക് താഴെയിട്. അത് കട്ട് ചെയ്ത് സംഭവം കാണിക്കുന്നു. ഇങ്ങനെ നമ്മളെ നോർത്തിനെ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അവൾ പറയാണ്, ഒന്ന് വെയിറ്റ് ചെയ്തേ. പ്രസന്റില് ഞാൻ നിന്നോട് പറഞ്ഞത് തോക്ക് താഴെയിടാന്. കിം പതിയെ എഴുന്നേറ്റ് നോക്കുന്നു. സാങ് അടുത്ത് വന്ന് തോക്ക് തട്ടിട്ട് പറയാണ്, കുഞ്ഞിനിരിക്ക്. ഓ, നമ്മളെ രക്ഷിക്കാൻ വന്ന ആൾക്കാരാരാ? ഇവള് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇവൻ എന്റെ വീട്ടിന്റെ അടിയിലുള്ള ലോണ്ടറിക്കാരൻ. എന്തുവാ? ഒരു നെട്ടലും ഇല്ലല്ലോ. നേരത്തെ അറിയായിരുന്നോ? എനിക്കറിയായിരുന്നു ആരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. നീ സറണ്ടർ ചെയ്യണം. നമ്പർ 66. ഓർത്തൊന്ന് നോക്കുന്നു. നീ ഗവൺമെന്റുമായിട്ടുള്ള കോൺട്രാക്ട് വയലേറ്റ് ചെയ്തു. സറണ്ടർ. മിഞ്ചിയെ കിഡ്നാപ്പ് ചെയ്തു. അവളെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഉടനെ തന്നെ വരാം. അവർക്കൊന്നും മിണ്ടാനില്ല. ഞാൻ സത്യവാ പറയുന്ന എന്ന് പറഞ്ഞ ആളവിടുന്ന് പോന്നു. ഇവരിങ്ങനെ ശ്രദ്ധ തെറ്റി നിൽക്കുന്ന സമയമാണ് നോർത്ത് എണീറ്റ് സാങ്ങിയെ തട്ടിയിട്ട് ലോണ്ടറി ഷൂട്ട് ചെയ്തിടുന്നു. സാങ് കത്തിയെടുത്തെറിഞ്ഞ് ഉരുണ്ടു വന്ന അവന്റെ കാലിലൊരു വെട്ട്. എന്നിട്ട് രണ്ടുപേരും നേർക്ക് നിൽക്കാണ്. ഇവിടെ ഇവർ ഇറങ്ങിപ്പോവാണ്. സാങ് നോർത്തിനെ കമത്തിയിടുന്നു. നോർത്ത് അവളുടെ തോളെ ഷൂട്ട് ചെയ്തിട്ട് ഓടുവാണ് അവിടെ നിന്ന്. ആള് പിച്ചാത്തി എറിയാൻ നോക്കിയെങ്കിലും കൊണ്ടില്ല. പുറകില് പോവാനും പറ്റുന്നില്ല. ഇവൻ ഇറങ്ങി പുറകിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നെങ്കിലും കാറിന്റെ ടയറിൽ മാത്രം കൊള്ളുന്നില്ല. ഇവിടെ സാങ് പതിയെ എണീറ്റ് ലോണ്ടറിക്കാരന്റെ അടുത്തോട്ട് വരികയാണ്. അവിടെ വന്ന് ഇരിക്കുന്നു. ആള് പെട്ടെന്ന് ചാടി എണീക്കാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ബുള്ളറ്റ് പ്രൂഫ്. ഞാൻ വിചാരിച്ച നീ മരിച്ചെന്ന്. എന്നെ പൊക്ക്, വേഗം വരാൻ നോക്ക്. എന്നെ ഷൂട്ട് ചെയ്തെന്ന്. മതി, ഇങ്ങോട്ട് വരാൻ നോക്കും. ഇവിടെ കിമ്മിന് ഷൂട്ട് ഇട്ടിട്ടുണ്ട്. നിനക്ക് എപ്പോഴും പ്രശ്നത്തെ ചെന്ന് ചാടറിയ. എപ്പൊ കൊണ്ടുവടി? നിന്റെ കിറ്റ് ഉണ്ടോ? ഇതോ അവിടെ കാണും. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അത് അത്രയൊന്നും ഇല്ല, ഒരു മുറിവേ ഉള്ളൂ. ബുള്ളറ്റ് കൊണ്ടിട്ടാ നിനക്ക് മുറിവ്? ആളിവിടെ കിറ്റ് എടുക്കുവാണ്. അപ്പോഴത്തേക്കും ജിൻജിയോള് ടാക്സിയിൽ നിന്ന് ഇറങ്ങി വന്ന് കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്. തായ് കൊണ്ടു നോക്കുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ കൊണ്ടില്ല എന്ന രീതിയിൽ കൊണ്ടങ്ങ് നിർത്താണ്. ആളുടെ വയറൊന്നും കൂടെ ഒരു പരുവാണ്. നീ എന്നെ കൊന്നല്ലോ. നീ എന്തോ മാനാണ്? ഇവിടെ ആള് പൗഡർ ഇട്ട് മാറ്റാൻ നോക്കുന്നുണ്ട്. ബ്ലഡ് ഒഴുകുവാണ്. ആരാ മിഞ്ചിയെ തട്ടിക്കൊണ്ടുപോയ? സീറ്റ് ബെൽറ്റ് ഇട്ട് വലിക്കാണ്, വരുന്നില്ല. ആളിവിടെ പരമാവധി ബ്ലഡ് വരുന്നത് നിർത്താൻ നോക്കുന്നുണ്ട്. നിനക്കിപ്പൊ ഷോട്ട് കിട്ടി? ഇവിടെ ചെവി പൊത്തി വെക്കുന്നു. ഞാനില്ലാതെ നിങ്ങളൊക്കെ എന്തോ ചെയ്യാൻ പോയതാ? ഇപ്പൊ ഞാനുണ്ടല്ലോ, കുഴപ്പമില്ല. ഇവിടെ സഹിക്കാൻ വയ്യാതെ ചെവിയും പൊത്തിയിരിക്കുകയാണ്. ബോഡിയിൽ വേറൊരു ഹോളും കൂടെ വന്നെന്ന് വിചാരിച്ചാൽ മതി. മൂക്കില് ഹോളുണ്ട്, ചെവിയിൽ ഹോളുണ്ട്, ബുള്ളറ്റിന്ന് ഹോളുണ്ട്. അതെല്ലാം നിനക്ക് സെയിം അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞേ. ഇവിടെ സൗത്തുകാര് നോക്കിയിട്ട് പറയാണ്, ഇവര് ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. പാക്ജൻജിയോളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സൗത്തുകാര് ഇവരെ ഫോളോ ചെയ്യാണ്. അത് കട്ട് ചെയ്ത് ഈ പിച്ചക്കാരനെ കാണിക്കുകയാണ്. ആളുടെ അടുത്ത് ഒരുത്ത വന്ന് നിൽക്കുമ്പോ പറയാണ്, എനിക്കൊരു സോജു വാങ്ങിച്ച. പോവാത്തെന്താ, പോയി വാങ്ങിച്ച. അപ്പൊ ഇവൻ അച്ഛനെ വിളിക്കാണ്. അച്ഛ, ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ പോയി. ആൾ അപ്പോഴേ ഉറക്കമായി. മിസ്റ്റർ, നിങ്ങൾ ഉറങ്ങുവാണോ? ആള് കണ്ണൊന്ന് തുറക്കുമ്പോഴത്തേക്കും ഇവര് മൂന്നുപേരാണ് മുമ്പിൽ. ഈ ഫോൺ ഓർമ്മയുണ്ടോ? സോജുവിന് പകരം ഇത് വാങ്ങിച്ചായിരുന്നു. എന്താ ചോദിക്കാൻ കാര്യം? ഇത് എവിടെന്നാ കിട്ടിയ? അവൻ കട്ടെടുത്തായിരിക്കും. ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ കണ്ടുപിടിച്ച. എവിടെന്നാ ഇത് കണ്ടുപിടിച്ചേ? ഞാനെന്തിനത് പറയണം? കണ്ടുപിടിച്ച സാധനം വെക്കുന്നതും ഇല്ലീഗല. പോലീസിനെ വിളിക്കട്ടെ? വിളി, ഞാൻ പറഞ്ഞോളാം. എന്നെ വെറുതെ ഇട്ട് മൂന്നുപേര് ദ്രോഹിക്കുന്നെന്നും നമുക്കിവൻ പറയുന്നവരെ ഇവനെ ഇട്ടിടിക്കാം. അതൊരു നല്ല ഐഡിയ. പക്ഷെ ആൾക്കാർ കാണുമല്ലോ. അവിടെ ഒരു ഇടവഴിയുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങ് ബാ. ഒരുത്തം കൊണ്ടിട്ട് ഞാൻ അതങ്ങ് എടുത്തേ. നീ അവന്റെ മുഖം കണ്ടായിരുന്നു? ആൾ ആലോചിക്കാണ്. കാറിൽ വന്ന് നമ്മുടെ മഞ്ഞപ്പല്ലിന്റെ ആളിറങ്ങി ഫുഡും ഫോണും ആയിട്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോവാണ്. ഇയാൾ ഇത് കണ്ട് രണ്ടും അങ്ങ് എടുക്കുന്നു. അപ്പോഴാണ് ഈ മുടിയും കണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ആളിവിടെ പറയാണ്, ഞാൻ എന്ത് തെറ്റാ ചെയ്ത? ഓണർ അറിഞ്ഞ് ഞാൻ എടുത്ത്. സാർ, നിങ്ങൾക്ക് ആ കാറിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്പർ, മോഡല്, കളറ്, എന്തെങ്കിലും? ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ അതൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നേ? ആൾ ഇരുന്നിട്ട് പറയാണ്, പ്ലീസ് ഒന്ന് ഓർക്കാൻ ശ്രമിക്കൂ. പ്ലീസ്, ഞാൻ യാചിക്കുക. ആ കാറ് ഒരു വെള്ള BMW ആയിരുന്നു. ഞാൻ നമ്പർ ഒന്നും കണ്ടില്ല. സമയം എത്രയായിരുന്നു? അത് രാത്രിയായിരുന്നു. എനിക്ക് സമയം കറക്റ്റ് അറിയാൻ വയ്യ. അവൻ കുറച്ച് മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ ഇരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് മഞ്ഞപ്പല്ലം വന്ന് ഒരിടത്ത് ഇറങ്ങുകയാണ്. ഹലോ ബോസ്. ആഹാ, വെയർ ഹൗസ് ഒപ്പിച്ചല്ലോ, നല്ല കാര്യം. താങ്ക് യു ബോസ്. നീ കഴിച്ചോ? കഴിച്ചു. നമ്മൾ കഴിച്ചോടാ? നമ്മൾ ഇന്ന് ഒരു മീലും കഴിച്ചില്ല. പക്ഷെ ഇവൻ പറയോ ഇവൻ കഴിച്ചെന്ന്. ഞാൻ വിശന്നാലും ഇവൻ ഒരു കുഴപ്പമില്ലെന്ന്. സോറി സാർ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ എന്താ തിന്നേ? സോസേജ്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എന്നാ വെള്ളം കുടിച്ചതങ്ങ് മാറ്റാൻ നോക്കും എന്ന് പറഞ്ഞ് ഇവനെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടുകയാണ്. മുടിയൻ ചോദിക്കുന്നു, നമുക്ക് ബോഡി എടുത്ത് മാറ്റിയാലോ? നമുക്കാദ്യം കഴിക്കാന്ന്. അത് കട്ട് ചെയ്ത് ഇവന്മാര് കാറിയിരുന്ന് വെള്ള BMW ആ ക്ലൂം വെച്ച് അവിടുത്തെ CCTV ഹാക്ക് ചെയ്ത് നോക്കുവാണ്. അങ്ങനെ കുറെ നേരം കാത്തിരുന്ന് അവർക്കത് കിട്ടുന്നു. കിട്ടി. അങ്ങനെ മുടിയന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാണ്. കങ് സമ്മിൻ, 41 വയസ്സ്, 8 കേസുണ്ട് പേരില്. 8ഓ? അങ്ങനെ ഇവര് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാണ് അതിന്റെ ലൊക്കേഷൻ. ഇത് കുറച്ച് സമയം എടുക്കും. അങ്ങനെ ആള് വെയിറ്റ് ചെയ്യാണ്. എന്റെ മിഞ്ചിയോട് അത് ആർക്കാ ചെയ്യാൻ തോന്നിയ? അവനെ എന്റെ കൈ കിട്ടട്ട്. അങ്ങനെ ഗട്ടറിൽ ചവിട്ടി വണ്ടി ഒന്ന് പൊങ്ങുവാണ്. ആൾക്ക് നല്ല വേദനിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് മഞ്ഞപ്പല്ലിനെ ആൾക്കാരെയാണ് കാണിക്കുന്നത്. നമ്മൾ ബോഡി കൊണ്ടുവന്നു, സ്ഥലവും കണ്ടുപിടിച്ചു. ഇനി അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി. ഹേ ജു, നിന്റെ മോളെ ഒരാളെ കൊന്നു.
ഇത് കണ്ട് അവന്മാര് കടന്ന് ചിരിക്കുകയാണ് വെറുതെ. ബോസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബോസ് എന്താ ഈ ജുവയെ ഇത്ര പിടിച്ചടക്കുന്നേ? അയാള് ബോസിന് വല്ല പണിയും തന്നു? അപ്പൊ ആള് ചിരിയൊന്ന് പയ്യെ നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചാടി എണീറ്റ് ആ ബൗൾ എടുത്ത് അവന്റെ തലക്കടിച്ച് അവനെ ചവിട്ടി ഒരു പരുവാക്കുന്നു. അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് 9 വർഷം മുമ്പുള്ള ഒരു കാര്യം കാണിക്കുകയാണ്. ഇവൻ കുറെ പേരെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുകയാണ്. ഈ അപ്പാർട്ട്മെന്റ് എത്ര നാളുകൊണ്ട് നിൽക്കുമെന്നറിയാവോ? എനിക്ക് അറിഞ്ഞൂടെ സാർ, 40 വർഷം. ഇത്ര വർഷമായിട്ടും ഇതൊന്നും കൂടെ പണിയാൻ അവർക്ക് അപ്രൂവൽ തരാൻ വയ്യ. ആ അപ്രൂവൽ കിട്ടിയാലേ നമുക്ക് വല്ല ഉണ്ണാൻ പറ്റൂ. അപ്പൊ ആള് ചിരിക്കുവാണ്. ഇന്നത്തെ കാലത്ത് എത്ര ബിൽഡിങ്സിന് പാർക്കിംഗ് ഇല്ല? അപ്പോ ആള് വന്ന് നോക്കുകയാണ്. ഇയാള് മഞ്ഞപ്പലനെ എടുത്ത് താഴോട്ടിടുന്നു. ആള് കാറിന്റെ മണ്ടേ വീണ് കിടക്കാണ്. ന്യൂസ് വോയിസ് ഓവർ ആയിട്ട് കേൾക്കാം. മിതു അപ്പാർട്ട്മെന്റിൽ നടന്ന സംഭവത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. അവിടുത്തെ ഒരു എംപ്ലോയി വന്ന് വീണു. വലിയ ഗുരുതര പരിക്കുകളാണ്. സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതുവരെ ബോധം തിരിച്ചു വന്നിട്ടില്ല. ആളെ കാണിക്കുന്നു. നമ്മുടെ സുരാജ് വെന്നാർമോണിനെ പോലെ ഫുള്ള് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുവാണ്. റിപ്പയർ ചെയ്ത ബിൽഡിംഗ് ശരിയാവത്തില്ലെന്നാണ് പറയുന്നത്. അവിടുത്തെ ബിൽഡിംഗ്സ് പുതുക്കി പണിയാൻ അപ്രൂവൽ കൊടുത്തു. ഇതാണ് ന്യൂസിൽ കൂടെ കാണുവാണ്.